മണ്ണാർക്കാട് നഗരസഭയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പല കെട്ടിടങ്ങളിൽ നിന്നുമുള്ള മലിനജലം ഓവുചാലിലേക്ക് ഒഴുകുന്നതായി പരാതി. മണ്ണാർക്കാട് നെല്ലിപ്പുഴയിലേക്ക് BM കോംപ്ലക്സിന്റെ സൈഡിൽ കൂടെ ഒരു ചാല് പോകുന്നുണ്ട്. ഈ ചാല് പഴയ കാലങ്ങളിൽ വളരെ തെളിഞ്ഞ വെള്ളമായിരുന്നു അതിനകത്ത് പോയിരുന്നത്. പക്ഷേ ഈ കാലക്രമേണ ഇതിനകത്ത് മലിനജലങ്ങൾ വന്നു കൂടാൻ തുടങ്ങി. അത് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഈ പരിസരങ്ങളിലുള്ള ഹോട്ടൽ മാലിന്യങ്ങളെല്ലാം ആ അഴുക്ക് ചാലിലൂടെയാണ് കടത്തിവിടുന്നത്. ഇത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് നഗരസഭ അധ്യക്ഷയ്ക്ക് അവർ അധികാരത്തിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് കസേരയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായി ഒരു നിവേദനം നൽകുകയുണ്ടായി. അതിലൊരു നടപടിയും കാണാത്തതിനെ തുടർന്ന് ഞാൻ മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും ജലമലിനീകരണ ബോർഡിനും ജില്ലാ കളക്ടർക്കും പരാതി അയച്ചു. ജില്ലാ കളക്ടർ എനിക്കൊരു മറുപടി നൽകുകയുണ്ടായി. മണ്ണാർക്കാട് നഗരസഭാ സെക്രട്ടറിയോട് ഇതിൽ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച ശേഷം ആ വിവരം ഈ പരാതിക്കാരനായ എന്നെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് തന്നിരുന്നത്. മറ്റ് പല സ്ഥലങ്ങളിലും മെയിലിൽ എനിക്ക് മറുപടി തന്നിട്ടുണ്ട്, ഇതിനാവശ്യമായ ഇടപെടൽ നടത്താമെന്നും പറഞ്ഞിട്ട്. ഇപ്പൊ ഇതിൽ ഏറ്റവും പുതിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ നവാർ കോംപ്ലക്സിന്റെ പുറകിലുള്ള ആ കെട്ടിടങ്ങൾ മാത്രമല്ല, അതിനിപ്പുറത്ത് BM കോംപ്ലക്സിന്റെ സൈഡിൽ കൂടെ വരുന്ന അഴുക്ക് വെള്ളം കൂടി ആ ചാലിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ നോമ്പിന് മുമ്പാണ് ഈ മണ്ണാർക്കാട് അനഫിപ്പള്ളിയിലെ കിണർ മുഴുവനും അത് വൃത്തികേടായ വെള്ളം അതിനകത്ത് വരികയുണ്ടായ ഒരു ദിവസം. എണ്ണമയമാണ് മൊത്തത്തിൽ. അവസാനം അവിടുന്ന് ഈ കഞ്ഞി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ വെള്ളത്തിൽ പാചകം ചെയ്ത് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കുഴൽക്കിണർ അവിടെ കുത്തുകയുണ്ടായി. കുഴൽക്കിണർ കുത്തുകയും അതുപോലെ തന്നെ ആവശ്യമായ വെള്ളം ശുദ്ധീകരിക്കാനുള്ള ഇടപെടലുകൾ നടത്തിയിട്ടാണ് ആ കഞ്ഞി പരിപാടി പോലും അവിടെ വിതരണം നടത്തിയത്. ഈ പരിസരത്ത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ഗൗരവമുള്ളതാണ് ഈ പ്രശ്നം. ഇതില് എനിക്ക് തോന്നുന്നത് ഈ മെയിൻ റോഡ് മുറിച്ച് കടന്ന് ഇതിനാവശ്യമായ അഴുക്ക് വെള്ളം ഒഴുകിപ്പോകാനുള്ള ഇടപെടൽ BM കോംപ്ലക്സിനകത്തുനിന്ന് അടക്കം ഒഴുകിപ്പോകുന്നത്. ഇന്നിപ്പോ നമുക്കറിയാം പള്ളിയുടെ തൊട്ടടുത്തുള്ള ഗസ്റ്റ് ഹോട്ടല് അടച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ മണ്ണാർക്കാട് അനഫിപ്പള്ളിയിലെ കിണർ കേടുവരുന്നതിന്റെ ഒരു ഘടകം ഈ ഗസ്റ്റ് ഹോട്ടലിലെ അഴുക്ക് വെള്ളമാണെന്ന് മനസ്സിലാക്കുകയും അത് അവസാനം ഇപ്പൊ അവരൊരു വേറൊരു കുഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, കട തുറന്നിട്ടില്ല. വലിയ പ്രശ്നമാണ് ഈ ഹോട്ടൽ മേഖലകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ലോഡ്ജുകളിൽ നിന്ന്. ഇത് ചില അവധി ദിവസങ്ങളിലാണ് ഈ അഴുക്ക് വെള്ളം പമ്പ് ചെയ്ത് ഇതിലേക്ക് ഒഴുക്കുന്നത് എന്നും ഈ ആ കനാലിന്റെ ആ ചാലിന്റെ ഏറ്റവും അങ്ങേയറ്റത്ത് താമസിക്കുന്ന ടൈലർ രാജേട്ടൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. രാജേട്ടനൊക്കെ ഈ ചാലിന്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. രാജേട്ടൻ പറഞ്ഞത് ശനി ഞായർ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ, പാതിരാത്രിക്കാണ് ഇതിനകത്ത് ആവശ്യമായി അഴുക്ക് വെള്ളങ്ങൾ വരുന്നത് എന്ന രീതിയിൽ ഒരു പറച്ചിലുണ്ടായി. അന്വേഷിക്കണം. നഗരസഭ അതിനാവശ്യമായ ഇടപെടൽ ഇപ്പൊ നടത്തുന്നുണ്ട്. ഇതൊരു ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നത് വരെയും ഞാൻ ഇതിന്റെ പുറകെ ഈ പ്രശ്നത്തിൽ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നഗരസഭ പരിധിയിലുള്ള കെട്ടിടങ്ങളിൽ വേസ്റ്റ് മാനേജ്മെന്റിന് പ്രത്യേകം സംവിധാനം ഉണ്ടായിരിക്കണം എന്നാണ് ചട്ടം. എന്നാൽ പലരും സ്വന്തം കെട്ടിടത്തിൽ നിന്നുള്ള മലിനജലം ഡ്രൈനേജിലേക്ക് ഒഴുക്കുകയാണ്. ഡ്രൈനേജിൽ നിന്നും അസഹ്യമായ ദുർഗന്ധമുണ്ടെന്നും പരാതിയുണ്ട്. വെഡിങ്, ബാപ്റ്റിസം, എൻഗേജ്മെന്റ്, ഒക്കേഷൻ വെർസറ്റൈൽ, ആഘോഷങ്ങൾ വെർസറ്റൈൽ. നിങ്ങളുടെ ജീവിതത്തിലെ വെർസറ്റൈൽ മൊമെന്റ്സിനോടൊപ്പം എന്നും കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry.